Yes, so guys, what is up? Welcome to my channel Mid Pros. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോണർ 8Cയുടെ അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫോണിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിലെ പ്രോസസ്സർ അല്ലെ CPU എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 632 ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15.9 cm HD+ ഡിസ്പ്ലേ ആണ്. ഇതിലെ ക്യാമറ എന്ന് പറയുന്നത് 13+2 മെഗാപിക്സൽ ഉള്ള ഡുവൽ ക്യാമറയാണ്. AI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന കേസ് ഇത് 3 ടൈപ്പാണുള്ളത്. ഒന്ന് 3GB + 32GB, രണ്ടാമത്തത് 4GB + 32GB, മൂന്നാമത്തത് 4GB + 64GB. അപ്പം നമ്മുടെ ഉള്ള 3GB + 32GB ആണ്. പിന്നെ ഇതിൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സിമ്മാണ്, രണ്ട് സിമ്മിലും വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് റെക്കഗ്നൈസേഷനും രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ നേരത്തെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഗൈസ് പ്ലാസ്റ്റിക് മെയ്ഡാണ് കണ്ടോ. പിന്നെ ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഡുവൽ സിമ്മും ഉണ്ട് ഗൈസ്. ഇത് 13 മെഗാപിക്സലും ഇത് 2 മെഗാപിക്സലുമാണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ബാക്കി ബോക്സിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നമ്മുടെ സിം എജക്ടർ ടൂളും കേസും പിന്നെ ഒരു യൂസർ മാനുവലും ഉണ്ട്. ആണ് നമ്മുടെ യൂസർ മാനുവൽ. ഇത് നമ്മുടെ കേസ് ഒരു സോഫ്റ്റ് കേസാണ്. പിന്നുള്ളത് നമ്മുടെ സിം എജക്ടർ ടൂൾ. പിന്നെ കേസ് ഉള്ളത് നമ്മുടെ പവർ ബ്രിക്ക് ആണ്. ഈ പവർ ബ്രിക്ക് എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു നോർമൽ പവർ ബ്രിക്ക് ആണ്. പിന്നെ ഇതിലൊരു USB കേബിൾ, ഇതൊരു മൈക്രോ USB കേബിളാണ്. അപ്പം നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് ഓറിയോ ആണ്. പിന്നെ ഇതിൻ്റെ CPU അല്ലെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 632. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ റിവ്യൂ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.